മീഷോന്ന് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഈ കട്ടിംഗ് മാറ്റ്. ഇതൊരു 5 ലെയർഡ് കട്ടിംഗ് മാറ്റാണ്. ഇതിൻ്റെ സൈസ് A3 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. എനിക്ക് അറിയേണ്ടിയിരുന്നത് ഇതിലത്തെ ഈ ഗ്രിഡ്സ് അത് പെട്ടെന്ന് മാഞ്ഞു പോകുമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനത് മാക്സിമം ചുരണ്ടി കളയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പോയിട്ടില്ല. അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് കിട്ടിയിരിക്കുന്നത് 242 രൂപയ്ക്കാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഐവറി ഷീറ്റ്. അതായത് 210 GSM ഉള്ള പേപ്പറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു 163 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. ഇതിലും കുറഞ്ഞ റേറ്റിൽ മീഷോയിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത് ഓർഡർ ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ്. നമുക്കിനി ക്രാഫ്റ്റ്സൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിലൊരു 25 ഷീറ്റ്സാണ് വരുന്നത്. പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഫെയറി ലൈറ്റ്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിതിൻ്റെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഇതാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് ആക്ച്വലി മോഡ്സ് ഉണ്ട്. ഒരു 3 മോഡിൽ ഇതിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. അത് അടിപൊളിയാണ്. ഇത് ഞാൻ വാങ്ങിയത് 6 പീസാണ് കേട്ടോ. അറൗണ്ട് ഒരു 130 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതും അടിപൊളിയാണ്. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതിലേതെങ്കിലും വർക്ക് ചെയ്യില്ല അങ്ങനെ കേട്ടോ. പക്ഷെ ഇത് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാധനം എങ്ങനെയാണ് ഈ അൺബോക്സിങ്ങിൽ പെട്ടത് എനിക്കറിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതോടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന്. നിങ്ങൾ എന്നെ പോലെയാണോ ബബിൾ റാപ്പർ കണ്ട സാധനം വിട്ടിട്ട് ബബിൾ റാപ്പർ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണോ? ഈ സെറ്റിൽ വരുന്നത് 4 സ്ട്രോയാണ് കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു പൈപ്പും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അറൗണ്ട് ഒരു 41 രൂപയ്ക്കാണ് ആ ഒരു സ്ട്രോൻ്റെ സെറ്റ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ക്യാൻഡിൽ. അതായത് റേറ്റ് കുറഞ്ഞ് കണ്ടപ്പോൾ ചുമ്മാ വാങ്ങിയതാണ്. പക്ഷേ ഇത് സെറ്റാണ്. കാരണം ഇത് സെൻറ്റഡ് ക്യാൻഡിലാണ്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് സെൻറ്റഡ് ക്യാൻഡിലാണെന്ന്. ഇതൊരു 12 പീസാണ് വരുന്നത്. ഒരു 105 രൂപയ്ക്കാട്ടോ എനിക്കിത് കിട്ടിയത്. അടിപൊളിയാണ്. പിന്നെ ഇത് ഞാൻ കുറേ ആലോചിച്ചിട്ട് വാങ്ങണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എനിക്കറിയില്ല ബാക്കിയുള്ളവർ ഇതിനൊക്കെ എത്ര മാനിഫെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ക്രാഫ്റ്റ് മെറ്റീരിയലാണിത്. ഫെവിക്രിലിൻ്റെ പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ. ഇത് അക്രിലിക് പേസ്റ്റൽ കളറാണ്. ഇത് 146 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ആക്ച്വലി ഇതിൻ്റെ MRP 150 രൂപയെ വരുന്നുള്ളൂ. പിന്നെ ഇതിങ്ങനെ വാങ്ങിയപ്പോൾ ഞാൻ കൂട്ടത്തിൽ വാങ്ങിയതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തൊരു ക്രാഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ വാങ്ങിയ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഈ 6 കളേഴ്സും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബോട്ടിൻ്റെ സൈസ് ML കറക്റ്റ് ഒരേപോലെയാണ്, പക്ഷേ ബോട്ടിൻ്റെ സൈസിന് കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പേപ്പർ നല്ല അടിപൊളി പേപ്പറാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ബ്രഷസ്. എൻ്റെ കയ്യിലുള്ള ബ്രഷൊക്കെ ഒരുവിധം തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സെറ്റ് വാങ്ങിയത്. ഇതൊരു 12 പീസ് സെറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 82 രൂപ എങ്ങാണ്ടുള്ളൂ. ആ പ്രൈസിന് ഇത് ഭയങ്കര വേർത്താണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ കളർ പോയതാണെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഡിസൈനാണ് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും അടിപൊളി പെയിൻറ്റിങ് ബ്രഷാണേ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സോയിൽ ക്ലേ വെച്ചിട്ട് കുറേ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വാർണിഷ് വാങ്ങിയത്. അപ്പോൾ നോക്കിയ സമയത്ത് ഇതിൻ്റെ ഒരു കോംബോ കണ്ടു, വാർണിഷും ജെസ്സോയും കൂടി ഉള്ളത്. വാർണിഷ് മാത്രമാവുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വാർണിഷും ജെസ്സോയും കൂടി വാങ്ങുകയാണ്. ഇത് അറൗണ്ട് ഒരു 148 രൂപയ്ക്കാട്ടോ ഞാൻ വാങ്ങിയത്. ഈ ജെസ്സോ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇതൊരു പ്രൈമറാണ്. അതായത് ഏത് സർഫസിലും നമുക്ക് ഫസ്റ്റ് ഇത് അടിച്ചിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാം. ഈ ഒരു മോൾഡഡ് ക്ലേ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ബാക്കിയെല്ലാം മീഷോ നിന്നായിരുന്നു. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 900 grams ആണ്. അറൗണ്ട് ഒരു 228 റുപ്പീസിനാണ് എനിക്കിത് കിട്ടിയത്. നമുക്കിതൊക്കെ വെച്ചിട്ട് ഇനി ഫ്യൂച്ചർ ക്രാഫ്റ്റ്സിൽ കാണാം. പിന്നെ ഓൾറെഡി ഞാൻ മീഷോന്ന് വേറെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാൻ വിചാരിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഫണ്ടാണ് ഈ ഒരു ലീഫ്. ഇത് എന്തിനാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷേ വാങ്ങിയ സ്ഥിതിക്ക് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ വോട്ടൻ സ്റ്റാൻഡ്. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 6 പീസ് എങ്ങാണ്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 159 രൂപയോ അങ്ങനെ എങ്ങാണ്ടോ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ലോ ക്വാളിറ്റി സാധനമല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്.
പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാട്ടോ ഈ ഒരു മാഗ്നറ്റ്. ഇത് വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. ഇതിൽ 50 പീസസ് ആണ് കേട്ടോ വരുന്നത്. 12x3 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 152 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്തെ. എന്തിനോ വേണ്ടി ഞാൻ വാങ്ങിയ വേറെ സാധനം കേട്ടോ ഈ മിറേഴ്സ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് വെച്ചിട്ട് ആകെ ഒരു ക്രാഫ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് വാങ്ങിയ സമയത്ത് 102 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിയതാണ് ഈ ഫ്ലവറിൻ്റെ മോൾഡ്. പക്ഷേ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് പാലറ്റ് ആയിട്ടാണ്. അതായത് ഇതിൽ പെയിൻറ്റ് അയച്ച് അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. സോ അങ്ങനെയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ വാട്ടർ കളർ പെൻ. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത് വാഷബിൾ വാട്ടർ കളർ പെന്നാണെന്നുള്ളത്. ഇത് ഞാൻ എന്തിനാ വാങ്ങി എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള തന്നെയായിരുന്നു, പക്ഷേ ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് വെച്ച് ചെയ്ത ക്രാഫ്റ്റ്സിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കാമല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലൂ. ഇത് 2 എണ്ണമായിരുന്നു. ഭയങ്കര യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്. സീ യു സൂൺ.